ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർളം സാന്നിധ്യം. ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു പുതിയ എപ്പിസോഡ്, ഒരു പുതിയ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരു ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. നേരത്തെ നമ്മൾ പല കഥകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വീട് ശ്രദ്ധിക്കാത്ത ഒരു അച്ഛൻ വീട്ടിൽ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല, മകനൊക്കെ ആയിട്ട് പിണങ്ങിപ്പോയി. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ അച്ഛൻ തിരിച്ചു വന്നില്ല. അങ്ങനെ പിന്നീട് ഈ അച്ഛൻ്റെ സമ്പാദ്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അച്ഛൻ്റെ ഷെയറുകളൊക്കെ വലിയ തോതിൽ വളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി മക്കൾ നല്ല ശ്രമം നടത്തി. പിന്നീട് കൊണ്ടുവന്ന വാർദ്ധക്യം, കുടുംബത്തെ സുഖമായിട്ട് ജീവിച്ചെന്നൊക്കെയുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരാൾക്കുണ്ടായ ഒരു അനുഭവം, ഒരു ഡോക്ടർക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒരു ഡോക്ടർക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ പേര് തന്മയ് മോട്ടിവാല എന്നാണ് ഡോക്ടറുടെ പേര്. ഇദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ 500 രൂപയുടെ ഓഹരി വാങ്ങിയിരുന്നു. 500 രൂപയുടെ ഏത് കമ്പനിയുടെ ഓഹരിയാണെന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഓഹരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡിജിറ്റൽ രൂപത്തിലൊന്നുമല്ല, പഴയ കാലത്ത് പേപ്പർ ഫോർമാറ്റിലുള്ള ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് 750 മടങ്ങായിട്ട് 3.7 ലക്ഷം രൂപയായിട്ട് വളർന്നു പറഞ്ഞു. വെറും 500 രൂപ 3.75 ലക്ഷം രൂപയായിട്ട് വളർന്നു എന്നുള്ള ഒരു മാജിക് ആണ്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇടിയുന്ന കഥകളൊക്കെ പറയുന്ന പോലെ പർവ്വതീകരിക്കുന്ന കഥകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ അടുത്തിടെ എക്സിൽ ഒരാൾ പങ്കുവെച്ചാണ്, ഈ ഡോക്ടർ തന്മയ് മോട്ടിവാല എന്ന് പറഞ്ഞ ആൾ പങ്കുവെച്ച ഇതാണ്. അത് ആളുകളൊക്കെ പിടിക്കുകയും ചെയ്തു. നമുക്കത് എന്താണെന്ന് നോക്കാം. മുത്തച്ഛൻ്റെ 500 രൂപയുടെ ഓഹരി ഡോക്ടർക്ക് സമ്മാനിച്ചത് 750 മടങ്ങ് നേട്ടം. അതായത് 500 രൂപയുടെ നിക്ഷേപം 750 മടങ്ങ് വർദ്ധിച്ച് 3.75 ലക്ഷം രൂപയായത് വിശ്വസിക്കാനാകാതെ ഡോക്ടർ തന്മയ് മോട്ടിവാല. മുത്തച്ഛൻ 1994 വാങ്ങിയ SBIയുടെ ഓഹരികളാണ് ഈ നേട്ടം അദ്ദേഹത്തിന് നൽകിയത്. വാങ്ങിയതല്ലാതെ പിന്നീടൊന്നും അതേക്കുറിച്ച് ഓർക്കാതെ പെട്ടിയിൽ സൂക്ഷിച്ച കടലാസ് ഓഹരിക്കാണ് ഈ നേട്ടം നൽകാനായതെന്ന് ഡോക്ടർ മോട്ടിവാല. എന്തിനാണ് വാങ്ങിയതെന്നോ പിന്നീട് അത് കൈവശമുണ്ടെന്നോ മുത്തച്ഛൻ ഓർത്തില്ലെന്നും അദ്ദേഹം പറയുന്നു. കുടുംബ സ്വത്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് ഈ ഓഹരി സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കാലയളവിലൊന്നും ലാഭവീതം ലഭിച്ചിട്ടില്ല. ഓഹരിയുടെ മൂല്യം മാത്രം 3.75 ലക്ഷം രൂപയായി. 30 വർഷത്തിനുള്ളിൽ 750 മടങ്ങ് വർധന. ഓഹരി സർട്ടിഫിക്കറ്റ് എക്സിൽ ഷെയർ ചെയ്തതോടെ വൈറലാകുകയും ചെയ്തു. ഓഹരി നിക്ഷേപത്തിൽ നിന്നുള്ള നേട്ടത്തിൻ്റെ മികച്ച ഉദാഹരണമാണിതെന്നും മുതിർന്നവരിൽ നിന്ന് പഠിക്കണമെന്നും എക്സിൽ ഇത് വായിച്ചിട്ട് ഒരാൾ പ്രതികരിച്ചു. മറ്റൊരാളുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ, ഇത്തരത്തിലുള്ള അനുഭവം തനിക്കും ഉണ്ടായെന്ന് അദ്ദേഹം കമൻറ്റ് ചെയ്തു. മുത്തച്ഛൻ്റെ കൈവശം അന്നുണ്ടായിരുന്നത് SBIയുടെ 500 ഓഹരികളായിരുന്നു. പിതാവിൻ്റെ മരണശേഷമാണ് ഓഹരി സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചത്. 17 വയസ്സായപ്പോഴായിരുന്നു അത്. അങ്ങനെയാണ് ഇക്വിറ്റിയിൽ താൻ നിക്ഷേപം തുടങ്ങിയതെന്നും ഡോക്ടർ തന്മയ് മോട്ടിവാല പറയുന്നുണ്ട്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. സത്യത്തിൽ ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയുമാണ്. ഇത് ഒക്കെ മാർക്കറ്റിൽ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതും ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം തന്നെ. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർളം സൈനിങ് ഓഫ്.